ഇരിക്കും. ശാലിനി, ഇത് പ്ലാമൂട്ടിൽ യോഹന്നാന്റെ മകൻ ആന്റണി. ഇത് അനന്തരവൻ. ഇവർ വന്നിരിക്കുന്നത് ഭാവിയിൽ ഒരുപാട് രോഗികൾക്ക്, അതായത് ക്യാൻസർ രോഗികൾക്ക് ഗുണകരമാകുന്ന ഒരു വലിയ പ്രോജക്റ്റുമായിട്ടാണ്. അതൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാ ഇങ്ങനൊരു മീറ്റിംഗ് തന്നെ വെച്ചത്. കാര്യങ്ങൾ ഡീറ്റെയിൽഡായി ഈ ഫയലിലുണ്ട്. ഇന്നത്തെ ക്യാൻസർ ചികിത്സാ രംഗത്തെ ആധുനിക സൗകര്യങ്ങൾ സാധാരണക്കാരിലേക്ക് കൊണ്ടുവരിക, സാധാരണക്കാർക്കും കൂടി ഗുണം കിട്ടുന്ന രീതിയിൽ, തീർത്തും സത്യസന്ധമായ രീതിയിൽ ഒരു ഹോസ്പിറ്റൽ. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മരുന്നായാലും ശുശ്രൂഷയായാലും പല പല ടെസ്റ്റുകളായാലും എല്ലാം പോക്കറ്റുകൾ നിറയ്ക്കാനല്ലാതെ സാധാരണക്കാരന്റെ പോക്കറ്റിന് അനുസൃതമായി കൊണ്ടുവരിക, അതാണ് ലക്ഷ്യം. അതിനുവേണ്ടി പ്ലാമൂട്ടിൽ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത് 100 ഏക്കർ വരുന്ന ചെറുവള്ളി പാടത്തിന്റെ കുറച്ച് ഭാഗമാണ്. അത് ഇതുപോലുള്ള സേവന പ്രവർത്തനങ്ങൾക്കായി വിട്ടുകൊടുക്കുവാൻ എന്തെങ്കിലും നിയമതടസ്സമുണ്ടോ? നാടിനും നാട്ടുകാർക്കും ഒരുപാട് പാവപ്പെട്ട രോഗികൾക്കും ഗുണമുണ്ടാകുന്ന കാര്യമാണ്. നമ്മുടെ ഒരു ഉറപ്പ് കിട്ടിയാൽ നാളെ തന്നെ പ്ലാമൂട്ടിൽ ഗ്രൂപ്പ് അവിടെ പണി തുടങ്ങും. 10 രോഗികൾക്കെങ്കിൽ 10 രോഗികൾക്ക് ക്യാൻസർ എന്ന മഹാരോഗത്തിൽ നിന്നും ആശ്വാസം കിട്ടിയാൽ അതിന്റെ പുണ്യം നമുക്കും കൂടി കിട്ടുന്നതാണ്. പുണ്യം കിട്ടുന്നത് നല്ലത് തന്നെയാ, പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ. നിങ്ങളെല്ലാവരും കൂടി ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ട് കളക്ടർ ഇടം തിരിഞ്ഞു നിന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. ഹോസ്പിറ്റൽ, അനാഥാലയം, ആതുര സേവനവും ശുശ്രൂഷയും എന്നൊക്കെ പറഞ്ഞ് ചാരിറ്റിയുടെ മറവിൽ ഇതുപോലുള്ള പാടശേഖരങ്ങൾ നികത്തി ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കിയ ശേഷം മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു പ്രവണത ഈയിടെയായിട്ട് ഒരുപാട് കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ തന്നെ കരീത്തറ പാടം നികത്തി കെട്ടിപ്പൊക്കിയ വൃദ്ധസദനം, മക്കൾ ഉപേക്ഷിച്ചവർക്ക് താങ്ങും തണലുമാകുമെന്ന് പറഞ്ഞ് 50 സെന്റ് ഭൂമി പറഞ്ഞ സ്ഥലത്ത് 100 സെന്റോളം ഭൂമി കയ്യേറി നിലം നികത്തി കെട്ടിപ്പൊക്കിയ വൃദ്ധസദനത്തിൽ ഏതെങ്കിലും ഒരാളെ സംരക്ഷിച്ചതായി എന്റെ അറിവിലില്ല. ഒരു മുറി മാത്രം അതിനുവേണ്ടി മാറ്റിയിട്ടിട്ട് വൃദ്ധസദനത്തിന്റെ നടത്തിപ്പിനായി എന്നും പറഞ്ഞ് ഉയർന്നു വന്നിരിക്കുന്നത് കോടികൾ വിലയുള്ള വ്യാപാര കേന്ദ്രങ്ങളാ. ആർക്കാണ് സാർ ഇതിന്റെ പുണ്യം കിട്ടുന്നത്? ഇതിൽ നിന്നും സാധാരണക്കാരന് എന്ത് നേട്ടമാണ് കിട്ടിയത്?